അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാക് വ്യോമാക്രമണം. പാകിസ്ഥാനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് താലിബാൻ കുറ്റപ്പെടുത്തുന്നു. പക്തിക പ്രവിശ്യയിലെ അർഗുൺ, ബർമൽ ജില്ലകളിലാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ജനവാസ മേഖലയിലേക്കാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് താലിബാൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആ കരാർ പാകിസ്ഥാൻ ലംഘിച്ചു എന്ന കുറ്റപ്പെടുത്തലുമുണ്ട്. എന്താണ് സംഭവിച്ചത് അവിടെ അതിർത്തിയിൽ? പ്രജിൻ, അല്പസമയം മുമ്പാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും അഫ്ഗാൻ മേഖലയിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലെ അർഗുൺ, ബർമൽ ജില്ലകളിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. 4 തവണ വ്യോമാക്രമണം ഈ 2 ജില്ലകളിലായി ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത്തവണയും ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പാകിസ്ഥാന്റെ വ്യോമാക്രമണം. ഈ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട അഫ്ഗാൻ ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന ആദ്യ പ്രതികരണം മാത്രമാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്ന 3ാമത്തെ ആക്രമണമാണ് ഇത്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ചായിരുന്നു, അല്ലെങ്കിൽ ആ സന്ദർശനം ആരംഭിച്ച ഘട്ടത്തിലായിരുന്നു പാകിസ്ഥാൻ ആദ്യ വ്യോമാക്രമണം കാബൂളിൽ നടത്തിയത്. അതിന് ശക്തമായ തിരിച്ചടി നൽകിയതായി താലിബാൻ സർക്കാർ അറിയിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ അഫ്ഗാൻ മേഖലയിൽ ആക്രമണം നടത്തിയിരുന്നു. അതിനും മറുപടി നൽകിയതിന് പിന്നാലെ പാകിസ്ഥാൻ തന്നെ ഈ വെടിനിർത്തലിനായി താല്പര്യപ്പെടുകയായിരുന്നു എന്നും അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നും അത് മാനിച്ചുകൊണ്ടാണ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്നും അഫ്ഗാനിസ്ഥാൻ അറിയിച്ചിരുന്നു. ഒരു ദിവസം ഇടവേളയ്ക്ക് ശേഷമാണ് പാകിസ്ഥാൻ ഇപ്പോൾ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ജനവാസ മേഖലയിലേക്കാണ് ആക്രമണം ഉണ്ടായത്. അതിൽ അപകടം എത്ര, ആർക്കൊക്കെ പരിക്കേറ്റു എന്ന വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.